ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് SITക്ക് മൊഴി നൽകും. കൊള്ളയെ സംബന്ധിച്ച ചില വിവരങ്ങൾ ഒരു വ്യവസായി തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. സ്വർണ്ണക്കൊള്ളയുടെ അന്താരാഷ്ട്ര ബന്ധം അന്വേഷിക്കണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. വൈകിട്ട് 3 മണിക്ക് തിരുവനന്തപുരം ഈഞ്ചയ്ക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാകും രമേശ് ചെന്നിത്തല മൊഴി നൽകുക. വിവരങ്ങളുമായി ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, ഇന്ന് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല മൊഴിയെടുക്കാൻ എത്തും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു തീയതി മാറ്റിവെച്ചു. ഇന്ന് മൊഴിയെടുക്കാൻ എത്തുമ്പോഴത്തേനും ഏതെങ്കിലും തരത്തിലുള്ളൊരു രേഖകൾ, രമേശ് ചെന്നിത്തല പറയുന്ന രീതിയിലുള്ള രേഖകൾ ഹാജരാക്കാൻ സാധ്യതയുണ്ടോ? വിവരങ്ങൾ. അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഇന്ന് 3 മണിയോടുകൂടി തിരുവനന്തപുരത്തെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി SIT സംഘത്തിന് മൊഴി നൽകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് പ്രസിലാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട SITക്ക് താൻ കത്തയച്ചിട്ടുണ്ട് എന്നൊരു കാര്യം രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. പിന്നീട് SITക്ക് മൊഴി നൽകുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. പക്ഷേ SITയുടെ ചില അസൗകര്യങ്ങൾ മൂലം, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചില അസൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ അത് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് 3 മണിക്ക് തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് മൊഴി നൽകുക എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വ്യവസായി തനിക്ക് നൽകിയ രേഖകളിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ബന്ധം തെളിയിക്കുന്ന തെളിവുകൾ, നിർണായക രേഖകൾ തന്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 500 കോടി രൂപയുടെ കച്ചവടം നടന്നു എന്നത് തന്നെയാണ് രമേശ് ചെന്നിത്തല അത്തരത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വ്യവസായിക്ക് മാധ്യമങ്ങളുടെ മുന്നിലോ SITയുടെ മുന്നിലോ വരാൻ സാധിക്കാത്തതുകൊണ്ടും താനൊരു നേതാവായതുകൊണ്ടും തന്നെ സമീപിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് 3 മണിയോടുകൂടി തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ഓഫീസിലെത്തി, ക്രൈംബ്രാഞ്ചിൽ ഓഫീസിലെത്തി SIT സംഘത്തിന് മൊഴി നൽകുമെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. നിർണായക രേഖകൾ തൻ്റെ പക്കലുണ്ട്. ഈ വ്യവസായി തനിക്ക് നിർണായകമായ കുറേ രേഖകൾ, തെളിവുകൾ സഹിതം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അമൽ, ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. അതോടൊപ്പം തന്നെ ഈ രമേശ് ചെന്നിത്തലയുടെ മൊഴി ആർക്കൊക്കെ കുരുക്കാവുമെന്ന് തന്നെയാണ് ഇനി വരും നിമിഷങ്ങളിൽ നമ്മൾ നോക്കിക്കാണുന്നത്. അമൽ. ശരി ദിസ്ന, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല SITക്ക് മുന്നിൽ മൊഴി നൽകും എന്നാണ് ലഭിക്കുന്ന വിവരം.